നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ ദ്വിതീയ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാഹ ബോധേ ഭക്തിപദേധവാപ്യുജിതദാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കബധേ പരം തവ വപുഃ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്ധത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാഹ ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി താവതാ കിം അന്യേ പുനഃ തർക്കബധേ ക്ലിഷ്ട്വാ ചിത്താർദ്ധത്വം ഹൃദേ ബ്രഹ്മാഖ്യം തവ പരം വപുഃ വിചിന്യ ബഹുഭിഃ ജന്മാന്തരൈഃ സിദ്ധ്യന്തി. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നിങ്ങൾ ശ്രദ്ധിക്കുക. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാഹ ബോധേ ഭക്തിപഥേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കബധേ പരം തവ വപുഃ ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താർദ്ധത്വം ഹൃദേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കേചന അത്യായാസകരാണി കർമ്മപടലാനി ആചാര്യ നിർമ്മലാഹ ബോധേ അഥവാ ഭക്തിപദേ അഭി ഉചിതതാം ആയാന്തി താവതാ കിം അന്യേ പുനഃ തർക്കബധേ ക്ലിഷ്ട്വാ ചിത്താർദ്ധത്വം ഹൃദേ ബ്രഹ്മാഖ്യം തവ പരം വപുഃ വിചിന്യ ബഹുഭിഃ ജന്മാന്തരൈഃ സിദ്ധ്യന്തി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം ശ്രദ്ധിക്കുക. ഇവിടെ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗത്തിനാണ് പ്രാമുഖ്യമെന്ന് സ്ഥാപിക്കുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദർ ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ചിലർ വളരെ കഷ്ടപ്പെട്ട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം നടത്തി മാലിന്യങ്ങളൊക്കെ നീക്കി മനഃശുദ്ധി കൈവരിച്ചുകൊണ്ട് ജ്ഞാനയോഗത്തിനോ കർമ്മയോഗത്തിനോ യോഗ്യത ലഭിച്ചു എന്ന് വരാം. പക്ഷേ അതിനെക്കൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ഭട്ടതിരിപാദർ ചോദിക്കുന്നത്. മറ്റു ചിലരാകട്ടെ യുക്തിചിന്ത കൊണ്ട് വളരെയധികം ക്ലേശിച്ച് ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിന്തിരുവടിയുടെ രൂപത്തെ ഹൃദയത്തിന് ആർദ്രതയില്ലാതെ ധ്യാനിച്ചുകൊണ്ട് അനേക ജന്മങ്ങൾ കൊണ്ട് മുക്തിയെ പ്രാപിച്ചു എന്നും വരാം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.